ഇന്ന് നമ്മുടെ വീഡിയോ ഒരു കുളം നിറയെ മീനും അതിനകത്തൊരു കുട്ടവഞ്ചി. പക്ഷേ സംഭവം ഇത്രയും ലുക്കാണെങ്കിലും കുറച്ച് റിസ്ക്കുള്ള ഏരിയ. സ്ഥലം വരുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. സ്ഥലം ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ്. ഒരു പാറക്കോരയാണ്. ഒരു KPM ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു പാറക്കോറിക്കകത്ത് കുട്ടവഞ്ചിയും സെറ്റപ്പും നല്ല റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം. ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലൈമറ്റ് വരുന്നില്ല. ഈ ഡിസംബർ ജനുവരി നല്ല ക്ലൈമറ്റാണെന്ന് പറയുമെങ്കിലും ഇപ്പോൾ ഇടുക്കിയിൽ നല്ല വെയിലാണ്. നിഴലടിക്കുന്നതാണ് പറയാം. ഇടുക്കിയിലൊന്നും ഇങ്ങനെ സാധാരണ ഇത്രയും വെയിൽ ക്ലൈമറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും അടിക്കാറില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ വിശന്നുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും അടുത്ത കുട്ടവഞ്ചിയായിട്ട് പോവുക. അപ്പോൾ ഈ വാട്ടർഫാളൊക്കെ കൃത്രിമമായിട്ടുള്ളതാണ്. റെസ്റ്റോറൻറ്റ് ഫുഡും അത്യാവശ്യം നല്ല ഫുഡാണ്, കുഴപ്പമില്ല. പിന്നെ മീനിൻ്റെ ഐറ്റംസിന് പൊതുവെ വില കൂടുതലാണ്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്, ഫുഡെല്ലാം ഓക്കെയാണ്. ക്വാളിറ്റി ബേസും പറയാനൊന്നുമില്ല, നല്ല അടിപൊളി ഫുഡ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഐറ്റം ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പോണ്ടെന്ന് പറയുന്നത്. പോണ്ടല്ല, പാറക്കുളം തന്നെയാണ്. അതിൽ മീനെ പിടിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ജാക്കറ്റ് തരുന്നുണ്ട്. പിന്നെ കയറുമ്പോഴേ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടുത്തിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, കുഴിച്ചപ്പോൾ അല്ലാതെ. പിന്നെ ആരും അത് കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും റിസ്ക്കുള്ള സ്ഥലം കൂടിയാണ്. നമ്മുടെ റിസ്കിൽ സൂക്ഷിച്ച് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആ മീനുകളാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഇപ്പോൾ കുട്ടവഞ്ചി പലതും കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണത്. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കുട്ടവഞ്ചി കയറുമ്പോൾ തന്നെ അവർ കുറച്ച് പെല്ലറ്റ്സ് തരും ഫിഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കയറുന്നത്. അതങ്ങോട്ട് ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ മീനുകളുടെ ഒരു ഭയങ്കര അടിയും ബഹളവും ഒരു ഭയങ്കര ഫീലാണത്. നമ്മൾ കറങ്ങി വരുന്നത് നമുക്കറിയില്ല. അത്രയും നല്ല ഫീലും. ഇതിൻ്റെ അകത്ത് ഒരു 10-25 കിലോ വരെ വെയിറ്റുള്ള മീനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു. ആ കറങ്ങി വരുന്ന ഒരു ടൈം. എനിക്കൊന്ന് ഒരാൾക്ക് 100 രൂപ അടുപ്പിച്ചാണ് കുട്ടവഞ്ചി ചാർജ് ചെയ്യുന്നത്. അല്ലാതെ എൻട്രി ഫീസ് സെപ്പറേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, 20 രൂപ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും കുട്ടവഞ്ചിക്ക് ഒരാൾക്ക് 100 രൂപ അടുപ്പിച്ചാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇവിടെ ഒരു ചെറിയ ഗാർഡനുണ്ട്. ഒരു ബോൺസായി ഗാർഡനും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഏരിയയും. മെയിനായിട്ടും അവിടെ ഫിഷ് തന്നെയാണ്. പിന്നെ അവർ കൂടുതൽ എന്തൊക്കെയോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് ഞാൻ അയച്ചു തന്നേക്കാം.